Hi all, welcome to another lecture of Engineering Thermodynamics, and in this class we will be discussing on principle of increase of entropy. So in the previous two videos we had discussed some basics of entropy, and this as such is a sentence or a topic from your third module. So increase in entropy, entropyയുടെ ഇൻക്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എന്താണ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രോസസ്സിനെ നിങ്ങൾ സങ്കല്പിക്കുക. ലെറ്റ് ഇറ്റ് ബി എ റാൻഡം പ്രോസസ്സ്, ഒരു പി വി ഡയഗ്രാം. സപ്പോസ് ലെറ്റ് ഇറ്റ് ബി ഇൻ എ പി വി ഡയഗ്രാം. ഒരു പി വി ഡയഗ്രത്തിൽ I have a process 1 to 2 and it is a cyclic process, so there is a retracing. അതായത് 1 to 2 ഒരു പ്രോസസ്സ് ഉണ്ട്, 2 to 1 ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ എൻട്രോപ്പിയുടെ ഇൻക്രീസ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇതിലിപ്പോൾ മൊത്തം എത്ര പ്രോസസ്സ് ഉണ്ട്? 2 പ്രോസസ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 to 2 ഒരു പ്രോസസ്സാണ്, 2 to 1 ഒരു പ്രോസസ്സാണ്. ലെറ്റ് 1 to 2 എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എനി പ്രോസസ്. ലെറ്റ് ഇറ്റ് ബി എനി പ്രോസസ് എന്ന് പറയാൻ കാരണം അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആവാം, ഇറിവേഴ്സിബിൾ പ്രോസസ് ആവാം. അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്ന് കരുതുക. ആൻഡ് ലെറ്റ് പ്രോസസ് 2 to 1 ബി എ റിവേഴ്സിബിൾ പ്രോസസ്, ഇന്റേർണലി റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് സങ്കല്പിക്കാം. ഓക്കെ, 1 to 2 എന്ന് പറയുന്നത് നോർമലി ഉള്ളൊരു പ്രോസസ്സും 2 to 1 എന്നുള്ളത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സും ആണെന്ന് ഞാൻ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അസച്ച് സൈക്കിള് എന്തായിരിക്കും? ആസ് പെർ ക്ലോഷ്യസ് ഇനീക്വാലിറ്റി പ്രകാരം എനിക്കറിയാം സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ ഡി ക്യൂ ബൈ ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ? ഇത് രണ്ടും റിവേഴ്സിബിൾ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈക്വൽ ടു 0. പക്ഷെ ഇവിടെ രണ്ടും റിവേഴ്സിബിൾ അല്ല, ഒന്ന് റിവേഴ്സിബിളും മറ്റേത് ചിലപ്പോൾ ഇറിവേഴ്സിബിൾ ആവാം. ഫസ്റ്റത്തെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന ഈ 1 to 2 പ്രോസസ്സ് എന്താവാം? ഇറിവേഴ്സിബിൾ ആവാം. സോ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. സോ ഈ ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആയിട്ടും കൺസിഡർ ചെയ്യാം, ഇറിവേഴ്സിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും, റിവേഴ്സിബിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ ക്ലോഷ്യസ് ഇനീക്വാലിറ്റി ഈ ഒരു ഇക്വേഷനിൽ ഇതിൽ വർക്കൗട്ട് ആകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ചതാണ്, പി വി ഡയഗ്രാം. ഓക്കെ, അപ്പോൾ എനിക്കിത് ആസ് സച്ച് ആ സൈക്കിൾ എനിക്ക് എങ്ങനെ എഴുതാം? I can write it down as integral of 1 to 2 dq by t plus integral of 2 to 1 dq by t is less than or equal to 0. എനിക്കിങ്ങനെ എഴുതിക്കൂടെ? അതായത് 1 to 2 പ്രോസസ്സ് പോയി, പിന്നെ തിരിച്ച് 2 to 1 പ്രോസസ്സ് തിരിച്ചു വന്നു. ഇനി ഈ ഒരു ടേം, അതായത് 1 to 2 ആൻഡ് ഫ്രം 2 to 1 2 to 1 പറയുന്ന ഈ ഒരു പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ്? റിവേഴ്സിബിൾ പ്രോസസ്സാണ്. 2 to 1 റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന് ഈ ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? അതാണ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ. അത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ദാറ്റ് ഈസ് ഡി ക്യൂ ബൈ ടി വിൽ ബി ഈക്വൽ ടു ഡി എസ് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് അല്ലേ? സോ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എനിക്കിതിനെ തന്നെ ഈ ഒരു റിവേഴ്സിബിൾ ആയതുകൊണ്ട് പ്രോസസ്സ് ആയതുകൊണ്ട് ഇത് തന്നെയാണ് അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് എനിക്ക് പറയാം. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ഇൻ്റഗ്രൽ ഓഫ് 1 to 2. ഫസ്റ്റ് വൺ എനിക്ക് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്നറിയില്ല. ഇറ്റ് ക്യാൻ ബി ഐദർ, ഏത് പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യാം. പ്ലസ് ദിസ് വൺ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ഫ്രം 2 to 1 ആണ്. സോ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ദാറ്റ് ഈസ് S1 minus S2 is the entropy change is less than or equal to 0. Clear ആണല്ലോ? And now I can rewrite this, അല്ലെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ I can write it down as S2 minus S1 is greater than or equal to cyclic not cyclic 1 to 2 integral of dq by t.
ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. എന്താണ്? S2 മൈനസ് S1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 to 2 dq/t. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് മാത്രം നോക്കുക. സേ 1 to 2 പ്രോസസ്സ് 1 to 2 പ്രോസസ്സ് 1 to 2 പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സിബിളും ആവാം, അല്ലെങ്കിൽ ഒരു ഇറിവേഴ്സിബിൾ, ഒരു ആർബിട്രറിലി ഒരു പ്രോസസ്സ് ഞാൻ എടുത്തപ്പോൾ I could find that S2 minus S1 is equal to or greater than integral of 1 to 2 dq/t. അതായത് നമുക്കറിയാം DS എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ്. അത് ഈക്വൽ ടു dq/t ആയിരിക്കും. അഥവാ ഈ dq/t എന്ന് പറയുന്നതാണ് എൻട്രോപ്പി ചേഞ്ച് എന്ന് എനിക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? അതായത് അത് എപ്പോഴാണ് പറയാൻ പറ്റുക എന്ന് വെച്ചാൽ, ഇഫ് ദിസ് ഈസ് ഈക്വൽ സൈൻ S2 മൈനസ് S1, അതായത് DS ഈസ് ഈക്വൽ ടു dq/t, ഇൻ്റഗ്രൽ ഓഫ് dq/t എന്ന് എനിക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ഇഫ് ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ. Okay, I can say S2 minus S1 is equal to dq/t or integral of dq/t if the process is reversible. ഒരു പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണെങ്കിലോ, ഇറ്റ് മീൻസ് S2 മൈനസ് S1 ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ്റഗ്രൽ ഓഫ് dq/t if the process is irreversible. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു എൻട്രോപ്പിയുടെ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കൺസെപ്റ്റാണ് ഈ പറയുന്ന കാര്യങ്ങൾ. എന്താ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം? അതായത് എൻട്രോപ്പി, ഈ ഒരു ടേമിനെ ഞാൻ ഒന്നുകൂടെ എഴുതി തരാം. So S2 minus S1 is greater than dq/t for an irreversible process. അതായത് ഒരു പ്രോസസ്സ് ഇറിവേഴ്സിബിളി ആയിട്ട് നടക്കുന്നതാണെങ്കിൽ, അതായത് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണെങ്കിൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടേം എന്തല്ല, അത് മാത്രമാണ് അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Now S2 minus S1 is called the entropy change. Entropy change. Integral of dq/t is called entropy transfer. Entropy transfer. ഓക്കെ, ഇത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. പല സ്റ്റുഡൻസും പലപ്പോഴും ഈ രണ്ട് ടേമിൽ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ ഐ വിൽ ട്രൈ ടു ഷോ ഇറ്റ് ബൈ എ ഡയഗ്രാം സോ ദാറ്റ് ഇതിൻ്റെ ക്ലിയർ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സ്റ്റെപ്പായിട്ട് പോവാം. പക്ഷേ പ്രോബ്ലംസ് എങ്ങാനും ആപ്ലിക്കേഷൻ ലെവലായി വരുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സോ എന്താണ് എൻട്രോപ്പി ചേഞ്ചും എന്താണ് എൻട്രോപ്പി ട്രാൻസ്ഫറും? എൻ്റെ അടുത്ത് ഒരു സിസ്റ്റം ഉണ്ട്. സേ ദിസ് ഈസ് മൈ സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ പുറത്താണ് സറൗണ്ടിങ്സ് ഉള്ളത്. ഇവിടെ എന്തെങ്കിലും ഹീറ്റിൻ്റെ ഇൻ്ററാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ, സം Q1 Q2 എന്തെങ്കിലും ഹീറ്റ് ഇൻ്ററാക്ഷൻ നടക്കുമ്പോൾ വി സേ ദാറ്റ് ദർ ഈസ് ആൻ എൻട്രോപ്പി ലോസ് ഫ്രം ദ സിസ്റ്റം ടു ദ സറൗണ്ടിങ്. അതായത് സിസ്റ്റത്തിൽ ഇങ്ങനെ ഹീറ്റ് ഇൻ്ററാക്ഷൻ, നമ്മൾ പറഞ്ഞിരുന്നു വർക്ക് കാരണം യാതൊരുവിധ എൻട്രോപ്പി ട്രാൻസ്ഫറോ കാര്യങ്ങളോ നടക്കില്ല. പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ എൻട്രോപ്പി ട്രാൻസ്ഫർ നടക്കും. സപ്പോസ് ഇങ്ങനൊരു ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു, ആ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ Q ആണെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പോകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കാരണം പോകുന്ന എൻട്രോപ്പി വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് dq/t ആണ്. ഓക്കെ, ടെമ്പറേച്ചർ T ആണെന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ Q ആണെന്നുള്ളത്. അപ്പോൾ ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ Tയിലാണ് നടക്കുന്നതെങ്കിൽ, സോ ആ ഹീറ്റ് ഇൻട്രാക്ഷൻ കാരണത്താൽ ഈ സിസ്റ്റത്തിന് കുറവ് വരുന്ന എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ dq/t ആണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാം, ആ ഹീറ്റ് ഇൻറ്ററാക്ഷൻ കാരണത്താൽ സറൗണ്ടിങ്സിൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്ന എൻട്രോപ്പി dq/t ആണ്. അതെന്തുകൊണ്ടാണ് ഇൻക്രീസ് എന്ന് പറയാൻ കാരണം? സിസ്റ്റത്തിൽ നിന്ന് എൻട്രോപ്പി സറൗണ്ടിങ്സിലേക്ക് പോകുന്നു. അപ്പോൾ ആസ് സച്ച് സറൗണ്ടിങ്സിൽ എന്താവുന്നു? എൻട്രോപ്പി ഇൻക്രീസ് ആവുന്നു, സിസ്റ്റത്തിലെ എൻട്രോപ്പി കുറയാണ് ചെയ്യുന്നത്. സോ ഇത് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ വഴി ഇവിടുത്തെ എൻട്രോപ്പി പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ എൻട്രോപ്പി ട്രാൻസ്ഫർ. അതേസമയം എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ സറൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സറൗണ്ടിങ്ങിന് ഇപ്പം എന്താ ചേഞ്ച് വന്നത്? എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ്
dQ/T ആണ്. അതായത് ഓൾറെഡി ഒരു വാല്യൂ എൻട്രോപ്പിയുടെ വാല്യൂ എസ് ആണെന്ന് സങ്കല്പിക്കുക. എസ് എന്നുണ്ടെങ്കിൽ ആ എസ്സിലേക്ക് എന്തും കൂടെ ആഡ് ചെയ്യപ്പെട്ടു, dQ/T എന്നുള്ള ഒരു ടേമും കൂടെ ആഡ് ചെയ്യപ്പെട്ടു. അതാണ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒരു സിസ്റ്റവും സറൗണ്ടിങ്ങും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സ് ആവണമെന്നില്ല, അത് ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഐദർ ഒരു ഫ്രിക്ഷണൽ പ്രോസസ്സ് എഫക്റ്റ് വരാം, അല്ലെങ്കിൽ മിക്സിങ് വരാം. അങ്ങനെ എന്ത് പ്രോസസ്സും സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് എവർ ദ പ്രോസസ് ഈസ്, വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു പ്രോസസ്സ് വഴി, അല്ലെങ്കിൽ ഹീറ്റ് ഇൻട്രാക്ഷൻ തന്നെ വേണമെങ്കിൽ എടുത്ത് പറയുകയാണെങ്കിൽ, ഹീറ്റ് ഇൻട്രാക്ഷൻ വഴി എനിക്കൊരു എൻട്രോപ്പി ട്രാൻസ്ഫർ സറൗണ്ടിങ് വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? പക്ഷെ സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ഏതാണോ അതിനേക്കാട്ടിലും കൂടുതലായിട്ട് ചേഞ്ച് വരുന്നുണ്ട് എന്നതാണ് ഇക്വേഷൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ വഴി ഒരു എൻട്രോപ്പി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് ഇൻട്രാക്ഷൻ വഴി ഉള്ള ഒരു എൻട്രോപ്പി വാല്യൂ ഉണ്ട്. അത് മാത്രമല്ല അതിലേറെ ചേഞ്ച് വരുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന ഫൈനൽ എൻട്രോപ്പിയും ആദ്യത്തെ എൻട്രോപ്പിയും നോക്കുമ്പോൾ അത് ഈ ഹീറ്റ് ട്രാൻസ്ഫർ കാരണത്താലാവുന്ന എൻട്രോപ്പിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. ക്ലിയർ? സോ ദാറ്റ് മീൻസ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ വഴി വരുന്ന ഈ എൻട്രോപ്പി ചേഞ്ച് അല്ലാണ്ട്, അല്ലെങ്കിൽ ഈ വരുന്ന ഒരു എൻട്രോപ്പി വാല്യൂ അല്ലാതെ സറൗണ്ടിങ്സിൽ എക്സ്ട്രാ കുറച്ച് എൻട്രോപ്പി എവിടുന്നോ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് എൻട്രോപ്പി ഈസ് ടേംഡ് ആസ് എൻട്രോപ്പി ജനറേറ്റഡ് ഓർ ടെക്സ്റ്റ് ബുക്കിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ ലെറ്റർ എസ് വിത്ത് സബ്സ്ക്രിപ്റ്റ് ജനറേഷൻ എന്നുള്ള അർത്ഥത്തിൽ എൻട്രോപ്പി ജനറേറ്റഡ്. ഈ എൻട്രോപ്പി, അതായത് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്ന നേരത്ത് സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ ഒരു എൻട്രോപ്പി വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതോടൊപ്പം തന്നെ സറൗണ്ടിങ്സിൽ ഒരു എൻട്രോപ്പി ജനറേറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. ക്ലിയർ ആണോ? ഈ എൻട്രോപ്പി ജനറേറ്റ് ചെയ്യുന്നത് എന്ത് കാരണത്താലാണ്? ഇറിവേഴ്സിബിലിറ്റീസ് നടക്കുമ്പോഴാണ്. നമ്മൾ പറഞ്ഞ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോഴൊന്നാണ് ഇറിവേഴ്സിബിലിറ്റീസ് എന്ന് പറയാം. ഇറിവേഴ്സിബിലിറ്റീസ്, അതായത് എന്തെങ്കിലും ഒരു ഇറിവേഴ്സിബിൾ, ഇപ്പോൾ ഒരു പ്രോസസ്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മിക്സിങ് നടക്കുന്നു, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിക്ഷണൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിന് പുറമെ അങ്ങനത്തെ ഒരു ഇറിവേഴ്സിബിലിറ്റി ഫാക്ടർ ഉണ്ടായത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു എൻട്രോപ്പി ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സറൗണ്ടിങ്സിൽ. ക്ലിയർ ആണല്ലോ? ഈ എൻട്രോപ്പി ജനറേഷൻ ഒക്കർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇറിവേഴ്സിബിലിറ്റി ഫാക്ടേഴ്സ് ഉണ്ടായത് കൊണ്ടാണ് ഒരു എൻട്രോപ്പി ജനറേഷൻ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഐ ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ. സോ ഐ ക്യാൻ സേ, അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്താം? ഈ പറയുന്ന കണ്ടീഷൻ എപ്പോഴാണ് നടക്കുക? ഇഫ് ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. വാട്ട് ഇഫ് ദ കേസ് വാസ് എ റിവേഴ്സിബിൾ പ്രോസസ്? റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ ഇറിവേഴ്സിബിലിറ്റീസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇറിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? അവിടെ ഇറിവേഴ്സിബിലിറ്റീസ് കാരണത്താൽ ഒരു എൻട്രോപ്പി ജനറേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാവുന്നു പ്ലസ് ഇതും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം? ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഐ ക്യാൻ സേ S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് dQ/T. എന്തും കൂടെ വേണം? എൻട്രോപ്പി ജനറേറ്റഡും കൂടെ ഉണ്ടാവും. ക്ലിയർ? ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഒരു എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാവും. റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എന്തായിരിക്കും എൻട്രോപ്പി ജനറേറ്റഡ്? ഇറ്റ് വിൽ ബി 0. റിവേഴ്സിബിൾ പ്രോസസ്സിൽ എന്താ? ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആയിട്ട് വരും. ഒരിക്കലും എൻട്രോപ്പി ജനറേറ്റഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ വരില്ല. ഐദർ ഇറ്റ് ഈസ് 0 ഓർ ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൺക്ലൂഡ് ചെയ്യാം. ഒരു എൻട്രോപ്പി ജനറേഷൻ ഉണ്ട്,
ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, ഇനി ഒരു എൻട്രോപ്പി ജനറേറ്റഡ് വാല്യൂ, എനിക്ക് ആ വാല്യൂ 0 ആണെന്ന് കിട്ടി, എൻട്രോപ്പി ജനറേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. സോ ദാറ്റ് പ്രോസസ് വിൽ ബി എ റിവേഴ്സിബിൾ പ്രോസസ്. എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0 അഥവാ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ, പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ള അർത്ഥം, 0 ആണെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല എന്നർത്ഥം. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഇല്ലാണ്ടാവുന്നു എന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് എന്താ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല വിത്ത് വേർഡ്സ്. സോ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് എൻട്രോപ്പി ജനറേഷൻ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇംപോസിബിൾ കേസ്. ഇറ്റ് ഈസ് ആൻ ഇംപോസിബിൾ കേസ്. സോ എൻട്രോപ്പി ജനറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഫ്രം ദിസ്. ആൻഡ് എൻട്രോപ്പി ജനറേഷൻ്റെ ബേസിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ബേസിലാണ് ഞാൻ എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്താണ് എന്ന് പറയാൻ പോകുന്നത്. സോ എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാനൊരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുറത്തായിട്ട് യാതൊരുവിധ ഇൻ്ററാക്ഷനും ഇല്ലാത്ത ഒരു സിസ്റ്റം. സോ അതിന് അർത്ഥം എനിക്ക് എങ്ങനെയും പറയാം, ഒരു സിസ്റ്റം ഉണ്ട്, ഇതിൽ സറൗണ്ടിങ്സ് ഇതിൻ്റെ പുറത്തുമാണ്. സിസ്റ്റം ആൻഡ് ബാക്കിയുള്ള ഏരിയാസ് അതിൻ്റെ സറൗണ്ടിങ്സ് ആണ്. ആൻഡ് ദിസ് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് എൻട്രോപ്പി പ്രിൻസിപ്പിൾ ആണ്. സോ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം വിൽ ഓൾവേസ് ബി ഐദർ ഗ്രേറ്റർ ദാൻ 0 ഓർ ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? അതെന്താ അതിനർത്ഥം? ഇപ്പോൾ രണ്ടെണ്ണം ആക്കിയിട്ട് നമുക്ക് ഇതിനെ എഴുതാം. അതായത് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ആൻ ഐസൊലേറ്റഡ് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് 0 ആണെന്ന് കിട്ടിയ അതിൻ്റെ അർത്ഥം എന്താ? ദ എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇത് എപ്പോഴാണ് വരിക? എൻട്രോപ്പി എപ്പോഴാണ് ചേഞ്ച് ചെയ്യാതെ നിൽക്കുക? ഇഫ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്. അതേസമയം ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ഇറിവേഴ്സിബിൾ പ്രോസസ്. അഥവാ DS ഐസൊലേറ്റഡ്, അതായത് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എൻട്രോപ്പി ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ആൻഡ് ദാറ്റ് ഒക്കേഴ്സ് ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിനാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്. സോ എന്ത് മനസ്സിലാക്കാം? ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ, കൺസിഡറിങ് ദിസ് ആസ് ഐസൊലേറ്റഡ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഐദർ ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ് ഓർ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻക്രീസസ്. ക്ലിയർ? ഒരു സ്റ്റേറ്റ്മെന്റ് ആയപ്പോൾ എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ക്യാൻ നെവർ ഡിക്രീസ്, ഇറ്റ് ഓൾവേസ് ഇൻക്രീസസ് വിത്ത് എവരി ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓരോ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുമ്പോഴും എൻട്രോപ്പി എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഓൺലി വെൻ ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ. ക്ലിയർ? റിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു? ദ എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് എൻട്രോപ്പി ഇൻക്രീസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിലെപ്പോഴും എന്താണ്? എൻട്രോപ്പി ഒരിക്കലും കുറയുന്ന പരിപാടിയില്ല. എൻട്രോപ്പി എപ്പോഴും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഒന്നെങ്കിൽ എൻട്രോപ്പി എപ്പോഴും ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതായത് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐദർ പ്രോസസ് ഷുഡ് ബി റിവേഴ്സിബിൾ പ്രോസസ് ഓർ ദ പ്രോസസ് ഷുഡ് ബി ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇതിൽ ഏതെങ്കിലും ഒന്നേ പ്രോസസ്സായിട്ട് നടക്കൂ. റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പിയിൽ യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല, അത് അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം റിയൽ ലൈഫ് കേസിൽ അധിക മറ്റേ ഫങ്ഷൻസും അല്ലെങ്കിൽ പ്രോസസ്സുകൾ നടക്കുന്നതും ഒക്കെ ഇറിവേഴ്സിബിൾ ആണ്. അവിടെ ഇറിവേഴ്സിബിലിറ്റീസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടാവും. സോ അങ്ങനത്തെ കേസിലൊക്കെ എൻട്രോപ്പി എന്താവും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് ടോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ഓൾവേസ് സേ ദാറ്റ് the net entropy of an isolated system will
always increase. That is the principle of entropy increase. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഞാൻ എടുത്തു കഴിഞ്ഞാൽ പുറത്തുമായിട്ട് ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാവും. ഒരു സിസ്റ്റം എൻട്രോപ്പി കൊടുക്കുന്നുണ്ടാവും, അവിടെ എൻട്രോപ്പി ഡിക്രീസ് ആയിരിക്കും. മറ്റൊരു സ്ഥലത്ത് എൻട്രോപ്പി ഇൻക്രീസ് ആയിരിക്കും. വേറെ 2 സ്ഥലത്ത് എൻട്രോപ്പി ഡിക്രീസ് ആയിട്ട് കാണും, പക്ഷേ മറ്റേ 3 ഇൻക്രീസ് ആയിരിക്കും. സോ ഓരോ പെർട്ടിക്കുലർ സിസ്റ്റം, ഐസൊലേറ്റഡ് അല്ലാത്തൊരു സിസ്റ്റം എടുത്താൽ പുറത്തേക്ക് ഇൻട്രാക്ഷൻ വരുന്നത് വഴി എൻട്രോപ്പി ചേഞ്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ എപ്പോഴും എന്താവും, എൻട്രോപ്പി ഇൻക്രീസേ നടക്കുള്ളൂ. ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് നമ്മുടെ യൂണിവേഴ്സ്. നമ്മുടെ എർത്ത് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, യൂണിവേഴ്സ് ആസ് സച്ച്. കാരണം അതിൻ്റെ പുറത്തേക്ക് യാതൊരുവിധ ഹീറ്റ് ഇൻട്രാക്ഷനും ഒന്നുമില്ല. അപ്പോൾ ഒരു യൂണിവേഴ്സ് ആസ് സച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ റിയാക്ഷൻസ് നടക്കുമ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ വേറെ ചില സ്ഥലത്ത് എൻട്രോപ്പി അപ്പോൾ ഇൻക്രീസ് ആവും. പറയപ്പെടുന്നത് വെച്ചാൽ ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ എൻട്രോപ്പി കുറയുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് എൻട്രോപ്പി അതിലേറെ കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ? സോ ആസ് ഓൾ ടുഗദർ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എൻട്രോപ്പി ഓഫ് എ ഐസൊലേറ്റഡ് സിസ്റ്റം വിൽ ഓൾവേസ് ഇൻക്രീസ് എന്നതാണ് ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്കിതിനെ ഇനി ഇക്വേഷൻ ടൈപ്പിൽ കാണിക്കണമെങ്കിൽ അങ്ങനെയും കാണിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് എൻട്രോപ്പി ഇൻക്രീസ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു. അത് ആസ് സച്ച് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ പിൻ പോയിൻ്റ് ആയിട്ട് എഴുതുക. എന്താണ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി ഇക്വേഷൻ ടൈപ്പിൽ കാണിക്കണമെങ്കിൽ സേ ഒരു സിസ്റ്റം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഐ ഹാവ് എ സിസ്റ്റം ആൻഡ് ലെറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ബി ടി. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. ആൻഡ് ഐ ഹാവ് സറൗണ്ടിങ്സ് ആൻഡ് ലെറ്റ് ദ ടെമ്പറേച്ചർ ബി TSUR, റെഫറിങ് സറൗണ്ടിങ്. സിസ്റ്റമും സറൗണ്ടിങ്ങും ഒക്കെ കൂട്ടിയിട്ടുള്ളതാണ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ എനിക്കിതിനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണെന്ന് പറയാം. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുന്നു, പുറത്തേക്കൊരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫർഡ് ടു ദ സറൗണ്ടിങ് എന്ന് പറയുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ∂Q/T ആണ്. ഹീറ്റ് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഇറ്റ് ഈസ് മൈനസ്. ആൻഡ് വാട്ട് ഈസ് ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് സറൗണ്ടിങ്? അപ്പോൾ സറൗണ്ടിങ്സിൻ്റെ എൻട്രോപ്പി അത് റിവേഴ്സിബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സറൗണ്ടിങ് ഈസ് ∂Q/T. ഹീറ്റ് ഈസ് ബീങ് റിസീവ്ഡ്, സോ ഇറ്റ് ഈസ് പ്ലസ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഈസ് SYS ആൻഡ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ നിന്നാണ് ഹീറ്റ് പുറത്തേക്ക് പോകുക. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം വിൽ ബി ഗ്രേറ്റർ ദാൻ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്സ് അല്ലേ? ഇവിടെ കൂടുതൽ ഹോട്ടാണെങ്കിലാണ് ഹീറ്റ് ഇങ്ങോട്ട് പോവുക. സറൗണ്ടിങ് ആണ് കൂടുതൽ ഹീറ്റ് എങ്കിൽ ഹീറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്ത സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുന്നു, വിച്ച് മീൻസ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി സറൗണ്ടിങ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ്, ദ സം ആണ്. അതാണെങ്കിൽ ഇറ്റ് ഈസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം and entropy change of the surroundings, now which is equal to സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ -∂Q/T of സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സിൻ്റെ ∂Q/T of സറൗണ്ടിങ്സ്. ശരിയാണല്ലോ? അപ്പോൾ എനിക്കിതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് entropy change of isothermal is equal to ∂Q/T surroundings minus ∂Q/T system. അപ്പോൾ രണ്ടിലും ∂Q കോമൺ ആണ്. ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് അല്ലേ? രണ്ടിലും ∂Q കോമൺ ആണ്. അപ്പോൾ ഞാൻ അതൊരു ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ
I can write it down as like this, dou Q. Now 1 minus temperature of surrounding minus 1 by temperature of system. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുക? ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം ഇങ്ങോട്ട് വരും, മൈനസ് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് ഇങ്ങോട്ട് വരും. ഓർ ഐ ക്യാൻ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ എഴുതാം. ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം മൈനസ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ് ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം ദ ഹോൾ ഇൻറ്റു ഡോ ക്യൂ. ഇതാണ് എന്ത്? എൻട്രോപ്പി ചേഞ്ച് ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം മൈനസ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. വിച്ച് മീൻസ് ടെമ്പറേച്ചർ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡി എസ് ഓഫ് ISO, I mean entropy change of isolated process is greater than 0. അഥവാ എൻട്രോപ്പി എന്ന് പറയുന്നത്, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസ് ചെയ്യും എന്നതാണ് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്ലാസ്. താങ്ക് യു.